ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങും. നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഒരു 5-10 കുറഞ്ഞു കിട്ടാനാണ് ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മീഷോന്ന് വാങ്ങുമ്പോൾ ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നോർമലുള്ള റേറ്റിനേക്കാൾ ഒന്നും കൂടെ കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് വേണ്ട സാധനം കിട്ടും. ഓൺലൈൻ പർച്ചേസ് ഇഷ്ടമാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവം പേടിയാണില്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആമസോണിൽ എങ്ങനെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആദ്യം സെലക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ വിഷ് ലിസ്റ്റിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ടാസ്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് കാലമായി മോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെ ആക്കാമെന്ന് കരുതി. ഇവിടെ സെയിം സാധനമാണ് കേട്ടോ എനിക്ക് 2 റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നിന് വരുന്നത് 352 അതുപോലെ തന്നെ ഒന്നിന് 310 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം ഒരു പക്ഷേ ചിലപ്പോൾ 2 റേറ്റിലായിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റിംഗും കൂടെ നോക്കാം കേട്ടോ. അതായത് 352 ഉള്ളത് 4.2 റേറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ 310 ഉള്ളതിന് 4.3 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കൂല, വില കുറവും റേറ്റിംഗ് കൂടുതലും ഇതിനാണ്. അപ്പോൾ ഈ ഒരു 310ൻ്റെതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നേരെ നമ്മൾ അതിൻ്റെ ഹോമിലേക്ക് പോയി. ഇവിടെ നമ്മുടെ സൈസിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 320 ആണ്. അതിൽ 3-4 ഓഫർ വെച്ചിട്ട് നമുക്ക് 300-ന് തരും എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ സൈസിനുണ്ടല്ലോ അതിന് കുറച്ചൊരു റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 തൊട്ട് 4 വയസ്സുള്ളതാണ് കേട്ടോ സെലക്ട് ആക്കിയിട്ടുള്ളത്. എൻ്റെ മോക്ക് 4 വയസ്സാണ്. അപ്പോൾ 3 തൊട്ട് 4 വയസ്സുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ താഴേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഈ ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു ഒറിജിനൽ ഫോട്ടോസൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സിനെ കമ്പയർ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എന്നാണ് ഡ്രസ്സ് കിട്ടുക എന്നൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണിക്കും. അതിൻ്റെ താഴെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ, 7 days റിട്ടേൺ പോളിസി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിവിടെ ജസ്റ്റ് ബൈ നോ കൊടുക്കാം. ഇവിടെ 337 എന്നുള്ളത് ഒറ്റയടിക്ക് 308 ആയിട്ടുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ റേറ്റ് കുറഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പേ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് ഒന്നുകൂടെ കുറഞ്ഞിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ റേറ്റിൽ വരുന്ന വ്യത്യാസം കണ്ടല്ലോ, 339 ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങണമെങ്കിൽ ആ ഒരു റേറ്റിൽ നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത ടെൻഷനാണ്, ഡൗട്ടാണ്. നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്ത സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമോ, നമ്മുടെ പൈസ പോകുമോ നോക്കട്ടോ. ആ ഒരു ഡൗട്ടേ വേണ്ട, ഷുവറായിട്ടും സാധനം നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ പേ നൗ കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കാണ് കേട്ടോ പോകും. ഏതാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് നേരെ പോകും. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ ഞാൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാവണം ഈ ഒരു ഭാഗം നമുക്ക് റെക്കോർഡായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു പൈസ പോകും കേട്ടോ. അത്രേ വരുന്നുള്ളൂ. ആ ഒരു കറക്റ്റ് എമൗണ്ട് തന്നെ എടുക്കുള്ളൂ കേട്ടോ. എക്സ്ട്രാ ഒന്നും എടുക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് മീഷോയായിട്ട് ലിങ്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ അവിടെ നിന്ന് പൈസ ഒക്കെ എടുക്കും. പിന്നെ തിരിച്ച് നേരെ മീഷോയിലേക്ക് തന്നെ വരും. അപ്പോൾ അവിടെ നമുക്കൊന്ന് കൺഫർമേഷൻ ലെറ്റർ കിട്ടും. അതായത് ഓർഡർ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീഷോന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അത്ര ഈസിയാണ് കേട്ടോ. ഇനി റിട്ടേൺ എങ്ങനെ ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.